എൻഫീൽഡ് ബൈക്കിൻ്റെ താക്കോലിനെ കുറിച്ചിട്ടാണ്. ഈ താക്കോൽ ഏകദേശം റോയൽ എൻഫീൽഡ് 2011 ശേഷമാണ് ഇറക്കിയത്. ഇതിൻ്റെ പോരായ്മയും അതിനെ പറ്റിയിട്ടാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. ഞാനിതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കിയതാണ്. അതിനെക്കുറിച്ചിട്ടും ഞാൻ പറയാൻ പോകുന്നതാണ്, അതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട്. ഈ താക്കോൽ മെയിൻലി ഇതിൻ്റെ പ്രശ്നം വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഈ വരുന്ന ഈ സ്റ്റിക്കർ ഉണ്ടല്ലോ, ഇത് കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു പോരും. പിന്നെ ഈ താക്കോൽ അധികം നമ്മൾ ടൂൾ ബോക്സ് ഒക്കെ തുറക്കുമ്പോൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ താക്കോൽ പൊട്ടി പോകാറുണ്ട്. എന്നിട്ട് അവസാനം കീ സെറ്റ് വരെ മൊത്തം മാറ്റേണ്ട ഗതികേട് ഉണ്ട്. 2020 വരെ ഈ കീ ആയിരുന്നു. ഇപ്പം ഹിമാലയനിലാണെങ്കിലും ക്ലാസിക്കിലാണെങ്കിലും നമ്മളെ സ്റ്റാൻഡേർഡ് ക്ലാസിക് ഒക്കെ വരുമ്പം ഈ താക്കോൽ തന്നെയായിരുന്നു വരുന്നുണ്ടായിരുന്നു. പിന്നെ അവർ ഇൻ്റർസെപ്റ്റർ മുതലാണ് കീ ചേഞ്ച് ചെയ്ത് തുടങ്ങി. പിന്നെ ഇപ്പോൾ വരുന്ന ജെ പ്ലാറ്റ്ഫോമിൽ വരുന്ന എല്ലാ വണ്ടികളിലും മറ്റേ പുതിയ മോഡൽ കീ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ കീൻ്റെ പോരായ്മ മെയിൻലി ഈ സ്റ്റിക്കർ പോകുന്ന പോലും, പിന്നെ അത് എന്താ പറയുക, ഈ കീ പൊട്ടിപ്പോവും. ഇതിൻ്റെ ഗ്രൂവൊക്കെ കുറേ കഴിഞ്ഞാൽ പൊട്ടും. അപ്പോൾ ഇതിൻ്റെ ഈ ഏരിയ അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് പൊട്ടി പോവുകയാണ് ചെയ്യുക. ചിലപ്പോൾ ഇഗ്നീഷൻ്റെ ഉള്ളിൽ തന്നെ പൊട്ടി കിടന്നിട്ട് ഇഷ്ടംപോലെ അങ്ങനെ വണ്ടിക്ക് പറ്റലുണ്ട്. പിന്നെ ഫ്യൂവൽ ടാങ്ക് തുറക്കുമ്പോൾ ഒക്കെ പൊട്ടിപ്പോവും. അപ്പോൾ അതിനെക്കൊണ്ട് റെമഡി ആയിട്ടാണ് ഞാൻ ഈ ഡ്യൂപ്ലിക്കേഷൻ കീ ചെയ്തത്. ഈ ഡ്യൂപ്ലിക്കേഷൻ കീൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ 2010-2009 കാലഘട്ടത്തിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് പിന്നെ CI ബുള്ളറ്റിൻ്റെയൊക്കെ താക്കോൽ ഇതായിരുന്നു. അന്നത്തെ കാലത്ത് ക്ലാസിക് പുതിയതായിട്ട് ഇറങ്ങിയപ്പോൾ ഈ കീ തന്നെയായിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്. ഈ കീൻ്റെ ഗുണം എന്താ വെച്ചാൽ സ്റ്റിക്കറിങ് ഇല്ല. ഇപ്പോൾ നേരെ ബ്രാൻഡ് നെയിം പഞ്ചിങ് ആയിരുന്നു. പിന്നെ ഈ താക്കോൽ കുറച്ചും കൂടെ സ്ട്രെങ്ത് ആയിരുന്നു. ഇത് പക്ഷേ വേറെ ഏതെങ്കിലും കമ്പനീൻ്റെ ആയിരിക്കും. പക്ഷേ അന്ന് മിൻഡ് തന്നെയാണ് ചെയ്തതെന്ന് തോന്നുന്നു, യൂണോ മിൻഡ. പക്ഷേ ഇതേതോ തേർഡ് പാർട്ടി കമ്പനിയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഗുണം എന്താ, ഈ OEM വരുന്ന താക്കോലിനെക്കാട്ടും കട്ടിയുണ്ട് ഇതിൻ്റെ മെറ്റീരിയലിന്. അപ്പോൾ ഇത് അങ്ങനെ ഇങ്ങനെയും പൊട്ടൂല. കാണുമ്പോൾ ഇതിനെക്കാട്ടും ചെറുതായിരിക്കാം, പക്ഷേങ്കിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കീ ചെയ്യുമ്പോൾ നല്ല സ്ഥലത്ത് കൊടുത്ത് അത്ര എക്സ്പീരിയൻസ്ഡ് ആയ ആളെടുത്ത് കൊടുത്ത് ചെയ്യിപ്പിക്കുക. അപ്പോൾ അവർ കറക്റ്റ് കീയൊക്കെ ഇട്ട് നോക്കി കറക്റ്റ് ഗ്രൈൻഡ് ചെയ്ത് മെഷീൻ വെച്ച് ചെയ്തുതരും. ഞാൻ ഇങ്ങനത്തെ 2 കീ ഉണ്ടാക്കിയത്. പക്ഷേ ഇതിൻ്റെ ഒരു കീക്ക് ഒരു ഇഷ്യൂ ഉണ്ട്. എൻ്റെ ടൂൾ ബോക്സും കാര്യങ്ങളും തുറക്കുന്നില്ല. ബാക്കി ഫ്യൂവൽ ലിഡ്, ഹാൻഡിൽ ലോക്ക്, ഇഗ്നിഷന് ഒക്കെ പ്രോപ്പറായിട്ട് തുറക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേങ്കിൽ ആ രണ്ടാമത്തെ കീന് ടൂൾ ബോക്സ് മാത്രം തുറക്കാൻ പറ്റില്ല. 2 കീയാണ് ടോട്ടൽ ഉണ്ടാക്കി. ഏകദേശം നമ്മളെ പ്രൈസ് വരുന്നത് 150 വരുന്നുണ്ട് ഒരു കീന് ഡ്യൂപ്ലിക്കേഷൻ കീ ചെയ്യാൻ. അപ്പം ഞാനിതിപ്പോൾ ഈ റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിം കാണാൻ എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഈ താക്കോൽ ഇങ്ങനെ ഈ ബ്രാൻഡ് നെയിമിൽ വരുന്നത് ചെയ്തത്. പിന്നെ ഇതിൻ്റെ മിൻഡേൻ്റെ ഒറിജിനലുണ്ട്, അതാകുമ്പോൾ കുറച്ചും കൂടെ ക്വാളിറ്റി ഉണ്ട്. പക്ഷേ നമുക്ക് ഈ ബ്രാൻഡ് നെയിം കാണുമ്പോൾ ഒരു ചിലവർക്കൊരു നല്ലതായി തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ ഈ 2 താക്കോലിൻ്റെ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ കീ സെറ്റ് പിന്നെ മാറേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ചെയ്താൽ മതി. ഇങ്ങനത്തെ ഡ്യൂപ്ലിക്കേറ്റ് കീ ചെയ്യുമ്പോൾ എന്താ ഗുണം, എന്താ ഈ സ്റ്റിക്കറും പോവില്ല, ഇത് പൊട്ടിപ്പോവില്ല. ഇത് വളരെ ചീപ്പ് മെറ്റീരിയലാണ് അവർ യൂസ് ചെയ്യുന്നത്. കീ പെട്ടെന്ന് പണിയാവും. റോയൽ എൻഫീൽഡിൻ്റെ ഏകദേശം 2020 മുന്നേ ഉള്ള വണ്ടികളുടെ ഒക്കെ താക്കോൽ അധികം ഒരു 4-5 കൊല്ലം ആകുമ്പോഴത്തേക്കും ഈ ഗമ്മ് വിട്ട് ഒരു സ്റ്റിക്കർ പോവും. പിന്നെ എങ്ങനെയാവും, പിന്നെ കീ കാണാൻ ഒരു രസം ഉണ്ടാവില്ല. പിന്നെ ഈ ഓറഞ്ച് ഗോൾഡ് കളർ എല്ലാ താക്കോലിനും വരുന്നതാണ്. അതതിൻ്റെ പ്ലേറ്റിങ് പോകുന്നതാണ്, അത് നോക്കേണ്ടത്. പക്ഷേ ഇതിൻ്റെ കീ പൊട്ടിപ്പോവും. അധികം ഇതിൻ്റെ ഇഗ്നീഷൻ്റെ മുകളിൽ നിന്ന് കീ നമ്മൾ കുറച്ചും കൂടെ ഫോഴ്സ് കൊടുത്ത്, ചില കാലത്ത് മഴക്കാലത്തൊക്കെ അതിൻ്റെ ഉള്ളിൽ ലൂബ്രിക്കേഷൻ ഇല്ലാണ്ട് വരുമ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുക്കും, അപ്പോൾ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ ആ ഇഷ്യൂസൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ഡ്യൂപ്ലിക്കേഷൻ കീ ചെയ്താൽ മതി. ഏകദേശം 150-200 വരും ഏകദേശം. നല്ല ഡ്യൂപ്ലിക്കേഷൻ കീ ചെയ്യുന്ന ആളെടുത്ത് പോവുക, എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കീ ഇതേപോലെ ഉണ്ടാക്കുക. അപ്പം അവർ നല്ല രീതിയിൽ ഉണ്ടാക്കി തരും. പക്ഷേ എനിക്കിപ്പോൾ വരുന്ന ജെ പ്ലാറ്റ്ഫോമിൽ വരുന്ന വണ്ടിക്ക് ഇത് സപ്പോർട്ട് ആവാറില്ല. UC കാറ്റഗറിയിൽ വരുന്ന എല്ലാ ബുള്ളറ്റിൻ്റെ കീ സെറ്റിനും ഇങ്ങനത്തെ ഡ്യൂപ്ലിക്കേറ്റ് കീ വെച്ച് അവർ കറക്റ്റ് നോക്കി അതിൻ്റെ ത്രെഡിങ് ഒക്കെ നോക്കി കറക്റ്റ് മെഷീനിൽ വെച്ച് ഗ്രൈൻഡ് ചെയ്ത് തരും.
അപ്പോൾ 2-3 പ്രാവശ്യം നമ്മൾ ഇട്ടൊക്കെ നോക്കി തുറന്ന് കീൻ്റെ 2 സൈഡും വെച്ച്, ഇപ്പം ഈ സൈഡ് വെച്ചിട്ട് ആദ്യം ഇതാക്കുക, പിന്നെ ഇടത്തെ സൈഡ് 2 സൈഡും വെച്ചിട്ട് തുറക്കാൻ ശ്രമിക്കുക. തുറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കീ തന്നെ യൂസ് ചെയ്യുക. അത്രയും കീ പിന്നെ ഓക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ കൂടുതൽ അതിൻ്റെ മുകളിൽ കളിക്കേണ്ട, നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് കീ തന്നെ യൂസ് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ എപ്പോഴും ഇപ്പോൾ കീ സെറ്റ് മാറുമ്പോൾ 2 താക്കോലാണ് OEMൽ വരിക, അല്ലെങ്കിൽ മറ്റേലൊക്കെ അങ്ങനെ തന്നെയാണ് വരിക. അപ്പോൾ ഇങ്ങനത്തെ നല്ല കീ നമ്മളെപ്പോഴും എടുത്ത് വെക്കുന്നത് നല്ലതാണ്, മാസ്റ്റർ കീ പോലെ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി തെഫ്റ്റ് പോയാലും ഒക്കെ കേസ് കൊടുക്കുമ്പോഴൊക്കെ ഈ താക്കോൽ വേണം. പിന്നെ വണ്ടി സെല്ല് ചെയ്യുമ്പോൾ വേണം. പിന്നെ നമ്മൾ തന്നെ വണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ എപ്പോഴും ഒരു ഒറിജിനൽ കീ എപ്പോഴും നല്ല രീതിയിൽ എടുത്തു വെക്കാൻ ശ്രമിക്കുക. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഞാനിത് കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്.